നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 46-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ജാതികളെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട് മിസ്രയീമിനെ കുറിച്ചുള്ളത്. റാത്ത് നദീതീരത്ത് കർക്കെമീശിൽ ഉണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ തോൽപ്പിച്ച് കളഞ്ഞതുമായ ഫറവോൻ നെഖോ എന്ന മിസ്രയീം രാജാവിൻ്റെ സൈന്യത്തെക്കുറിച്ച് ഉള്ളത് തന്നെ. പരിചയും പലകയും ഒരുക്കി യുദ്ധത്തിന് അടുത്തുകൊള്ളുവീൻ. കുതിരച്ചേവകരെ, കുതിരകൾക്ക് കോപ്പിട്ട് കയറുവീൻ. തലക്കോരികകളുമായി അണിനിരപ്പീൻ. കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പീൻ. അവർ ഭ്രമിച്ച് പിന്മാറി കാണുന്നതെന്ത്? അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു. സർവത്ര ഭീതി എന്ന് യഹോവയുടെ അരുളപ്പാട്. വേഗവാൻ ഓടിപ്പോകയില്ല, വീരൻ ചാടിപ്പോകുകയുമില്ല. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് അവർ ഇടറി വീഴും. നീലനദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലയ്ക്കുകയും ചെയ്യുന്നവരിവർ ആർ? മിസ്രയീം നീലനദി പോലെ പൊങ്ങുകയും അതിൻ്റെ വെള്ളം നദികൾ പോലെ അലയ്ക്കുകയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരത്തെയും അതിലെ നിവാസികളെയും നശിപ്പിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. കുതിരകളെ കുതിച്ചു ചാടുവീൻ, രഥങ്ങളെ മുറുകി ഓടുവീൻ. വീരന്മാർ പുറപ്പെടട്ടെ. പരിച പിടിച്ചിരിക്കുന്ന കൂശ്യരും ഭൂത്യരും വില്ലെടുത്ത് കുലയ്ക്കുന്ന ലൂദ്യരും കൂടെ. ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാകുന്നു. വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ചു മതിക്കുകയും ചെയ്യും. വടക്ക് റാത്ത് നദീതീരത്ത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിനൊരു ഹനനയാഗമുണ്ടല്ലോ. മിസ്രയീം പുത്രിയായ കന്യകേ, ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നതും വെറുതെ. നിനക്ക് രോഗശാന്തി ഉണ്ടാകുകയില്ല. ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു. വീരനോട് മുട്ടി 2 പേരും ഒരുമിച്ച് വീണിരിക്കുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് മിസ്രയീം ദേശത്തെ ജയിക്കുന്നതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനോട് യഹോവ കൽപ്പിച്ച അരുളപ്പാട്. മിസ്രയീമിൽ പ്രസ്താവിച്ച് ഗിലെയാദിൽ പ്രസിദ്ധമാക്കി നോഫിലും തക്പനേസിലും കേൾപ്പിപ്പീൻ. അണിനിരന്ന് ഒരുങ്ങി നിൽക്ക എന്ന് പറവീൻ. വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ. നിന്റെ ബലവാന്മാർ വീണ് കിടക്കുന്നതെന്ത്? യഹോവ അവരെ തള്ളിയിട്ടതുകൊണ്ട് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അവൻ പലരെയും ഇടറി വീഴുമാറാക്കി. ഒരുത്തൻ മറ്റൊരുത്തൻ്റെ മീതെ വീണു. എഴുന്നേൽപ്പീൻ, നശിപ്പിക്കുന്ന വാളിന് ഒഴിഞ്ഞ് നാം സ്വജനത്തിൻ്റെ അടുക്കലേക്കും ജന്മദേശത്തേക്കും മടങ്ങിപ്പോക എന്ന് അവർ പറയും. മിസ്രയീം രാജാവായ ഫറവോന് വിനാശം എന്നും സമയം തെറ്റി വരുന്നവൻ എന്നും പേർ. എന്നാണ് പർവ്വതങ്ങളിൽ വെച്ച് താബോർ പോലെയും കടലിനരികെയുള്ള കർമ്മേൽ പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ എന്നു പേരുള്ള രാജാവിൻ്റെ അരുളപ്പാട്. മിസ്രയീമിൽ പാർക്കുന്ന പുത്രി, പ്രവാസത്തിന് പോകുവാൻ കോപ്പുകൂട്ടുക. നോഫ് നിവാസികൾ ഇല്ലാതെ ശൂന്യമായി വെന്തുപോകും. മിസ്രയീം ഏറ്റവും അഴകുള്ള പശുക്കിടാവാകുന്നു. എന്നാൽ വടക്ക് നിന്ന് ഈർച്ച അതിന്മേൽ വരുന്നു. അതിൻ്റെ കൂലിച്ചേവകർ അതിൻ്റെ മധ്യേ തടിപ്പിച്ച കാളക്കിടാക്കളെപ്പോലെ ആകുന്നു.
അവരും പിന്തിരിഞ്ഞൊരുപോലെ ഓടിപ്പോയി. അവരുടെ അപായ ദിവസവും സന്ദർശനകാലവും വന്നിരിക്കിയാൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ശബ്ദം പാമ്പ് ഓടുന്ന ശബ്ദം പോലെ. അവർ സൈന്യങ്ങളോടുകൂടെ നടന്നു. മരം മുറിക്കുന്നവരെ പോലെ കോടാലികളുമായി അതിൻ്റെ നേരെ വരും. അതിൻ്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വെട്ടുക്കിളികളെക്കാൾ അധികം അവർക്ക് സംഖ്യയുമില്ല. മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകും. അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. മിസ്രയീമിനെതിരായുള്ള പ്രവചനമാണ് 46-ാം അധ്യായം. യഹൂദയിലെ ശേഷിപ്പ് അഭയത്തിനായി മിസ്രയീമിൽ പോയാൽ ദൈവം മിസ്രയീമിനെതിരെ കൽദയരെ വരുത്തി മിസ്രയീമിനെ നശിപ്പിക്കുകയും അവിടെയുള്ള യഹൂദർ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടി വരുമെന്ന് യിരെമ്യാവ് മുമ്പ് പ്രവചിച്ചിരുന്നു. പക്ഷേ നേതാക്കൾ അത് ഗണ്യമാക്കാതെയാണ് യിരെമ്യാവിനെയും ബാരൂക്കിനെയും കൂടെ പിടിച്ചുകൊണ്ട് മിസ്രയീമിലേക്ക് പോയത്. മിസ്രയീം രാജാവ് അവരെ ആദ്യം കൈക്കൊണ്ടു. ഇപ്പോൾ യിരെമ്യാവ് മിസ്രയീമിൽ വെച്ച് മിസ്രയീമിനെതിരെ പ്രവചിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് ആര് ഗുണം ചെയ്യണം, ആര് ദോഷം ചെയ്യണം എന്നൊക്കെ ദൈവം ആണ് തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ പാപത്തിൻ്റെ ശിക്ഷയായി 70 വർഷം അവർ ബാബേലിൻ്റെ അടിമകളാകണം എന്നാണ് ദൈവം കൽപ്പിച്ചത്. വല്ലവരും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇസ്രായേലിൽ പാർത്ത് കഷ്ടവും ഞെരുക്കവും അനുഭവിക്കണം. കഷ്ടങ്ങളെ പേടിച്ച് ഏതെങ്കിലും രാജ്യത്ത് അഭയാർത്ഥികളായി പോയാൽ ആ രാജ്യത്തെയും അവരെയും ദൈവം ശിക്ഷിക്കും. ഓരോ രാജ്യത്തെക്കുറിച്ചും തീരുമാനിക്കുന്നത് അത്യുന്നതനായ യഹോവയാണ്. ഇപ്പോൾ ലോകരാജ്യത്വം ബാബേലിന് കൊടുക്കുവാനാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. വടക്ക് നിന്ന് വരുന്ന കൽദയ സൈന്യത്തിനെതിരെ എത്ര കുതിരപ്പടയും മിസ്രയീം അണിനിരത്തിയാലും തോൽവി ഉണ്ടാകുമെന്നായിരുന്നു പ്രവചനം. മുമ്പ് അബ്രഹാം നിമിത്തം ഫറവോനെ ദൈവം ദണ്ഡിപ്പിച്ചു. കാരണം അബ്രഹാം മിസ്രയീമിലല്ല പാർക്കേണ്ടിയിരുന്നത്. എന്നാൽ യോസേഫ് നിമിത്തം മിസ്രയീമിലെ പോത്തിഫേറിനെ ദൈവം അനുഗ്രഹിച്ചു. കാരണം യോസേഫ് മിസ്രയീമിലാണ് താമസിക്കേണ്ടിയിരുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കൾ എത്തിച്ചേർന്ന മിസ്രയീമ്യരെ ദൈവം കൽദയരെ കൊണ്ട് ശിക്ഷിക്കുകയാണ്. എന്നാൽ ഇസ്രായേലിനെതിരെയും ദൈവം ശിക്ഷ നടത്തും. അവർക്കുള്ള സംരക്ഷണമാണ് 27ഉം 28ഉം വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യോന നിമിത്തം കപ്പൽക്കാർക്ക് ദോഷമുണ്ടായി. കാരണം യോന ആ കപ്പലിലല്ലേ യാത്ര ചെയ്യേണ്ടത്. പക്ഷെ യോനയ്ക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ടായ പോരാ. ആ ജനം ദൈവത്തെ അറിയണമെങ്കിൽ, കപ്പൽക്കാർ ദൈവത്തെ അറിയണമെങ്കിൽ അവർക്കും കൂടെ അതിൻ്റെ ദുരിതം ഉണ്ടാകാനിടയാകണം. എന്നാൽ പൗലൂസ് നിമിത്തം കപ്പൽക്കാർക്ക് അനുഗ്രഹം ഉണ്ടായി. കാരണം പൗലൂസ് ആ കപ്പലിൽ യാത്ര ചെയ്ത് വേണം റോമയിലെത്താൻ. അപ്പോൾ പൗലൂസ് ദൈവദാസനാണ്, ദൈവഹിതം ചെയ്യുന്നവനാണ്. അതുമൂലമാണ് അവർക്ക് അനുഗ്രഹം ഉണ്ടായത്. യോന ദൈവഹിതം ചെയ്യുന്നവനല്ല, അതുമൂലമാണ് അവർക്ക് ദോഷമുണ്ടായത്. നമുക്കറിയാം യോസേഫ് നിമിത്തം പൊത്തിഫേറിന് നന്മയുണ്ടായി, യാക്കോബ് നിമിത്തം ലാബാന് നന്മയുണ്ടായി, പൗലൂസ് നിമിത്തം കപ്പൽക്കാർക്ക് നന്മയുണ്ടായി. അതിനെതിരായിട്ട് പിന്നെ യോന നിമിത്തം കപ്പൽക്കാർക്ക് ദോഷം ഉണ്ടായി. ഇപ്പോൾ ഇതാ ഇസ്രായേൽ മക്കൾ നിമിത്തം മിസ്രയീമ്യർക്ക് ദോഷം ഉണ്ടാക്കുകയാണ്. ആ മിസ്രയീമ്യരെ വന്ന് നെബൂഖദ്നേസർ തോൽപ്പിക്കുകയും നശിപ്പിക്കുകയും. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തെ ആര് സഹായിക്കണം? അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അവർ ബാബേലിൽ 70 വർഷം അടിമകളായി താമസിക്കണം എന്നുള്ളതായിരുന്നു. അത് തീർച്ചയായിട്ടും ദൈവം നിറവേറ്റും. അതിനെതിരെ ആര് പ്രവർത്തിച്ചാലും ദൈവം സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവഹിതം മനസ്സിലാക്കി അത് മാത്രം ചെയ്യുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.